നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കേന്ദ്ര സർക്കാർ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ്. പ്രധാനമന്ത്രി ശ്രംയോഗി മാൻധൻ യോജന PMSYM. ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നതാണ് പ്രധാന ആനുകൂല്യം. പക്ഷേ പലരും പറയുന്ന ഒരു സംശയമുണ്ട്. മാസം 55 രൂപ മാത്രം അടച്ചാൽ എല്ലാവർക്കും 3000 രൂപ പെൻഷൻ കിട്ടുമോ? അല്ല. 55 രൂപ എന്നത് 18 വയസ്സിൽ പദ്ധതിയിൽ ചേരുന്ന വ്യക്തിയുടെ മാസവരിയാണ്. ചേരുന്ന പ്രായം കൂടുന്നതിനനുസരിച്ച് തൊഴിലാളി അടയ്ക്കേണ്ട മാസവരിയും കൂടും. ആർക്കൊക്കെ PMSYMൽ ചേരാം? PMSYMൽ ചേരുന്നതിന് പ്രധാനമായും താഴെ പറയുന്ന നിബന്ധനകൾ പാലിക്കണം. പ്രായം 18 മുതൽ 40 വയസ്സ് വരെ ആയിരിക്കണം. അസംഘടിത മേഖലയിലെ തൊഴിലാളിയായിരിക്കണം. പ്രതിമാസ വരുമാനം 15000 രൂപ അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കണം. EPFOയിൽ അംഗമായിരിക്കരുത്. ESIC പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കരുത്. NPSൽ ഉൾപ്പെട്ടിരിക്കരുത്. ഇൻകം ടാക്സ് പേയർ ആയിരിക്കരുത്. ഉദാഹരണത്തിന് വീട്ടുജോലിക്കാർ, സ്ട്രീറ്റ് വെൻഡേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, ഡൊമസ്റ്റിക് വർക്കേഴ്സ്, റിക്ഷാ പുള്ളേഴ്സ്, ലാൻഡ്ലെസ് ലേബറേഴ്സ്, ഹാൻഡ്ലൂം വർക്കേഴ്സ്, ബീഡി വർക്കേഴ്സ് തുടങ്ങിയ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടാം. 60 വയസ്സിൽ എത്ര പെൻഷൻ ലഭിക്കും? PMSYMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ്. 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കും. അതായത് വർഷത്തിൽ 36000 രൂപ. എന്നാൽ ഇത് എലിജിബിൾ സബ്സ്ക്രൈബർ പദ്ധതി നിബന്ധനകൾ പാലിച്ച് റെഗുലർ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കണം എന്നതും ശ്രദ്ധിക്കണം. മാസം 55 രൂപ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? 18 വയസ്സിൽ PMSYMൽ ചേരുന്ന ഒരാൾക്ക് മാസത്തിൽ 55 ആണ് സ്വന്തം കോൺട്രിബ്യൂഷൻ. അതേസമയം കേന്ദ്ര സർക്കാരും 55 രൂപ മാച്ചിംഗ് കോൺട്രിബ്യൂഷൻ നൽകും. അതായത് അംഗം 55 രൂപ, കേന്ദ്ര സർക്കാർ 55 രൂപ, ആകെ 110 രൂപ പ്രതിമാസം. ഇതുകൊണ്ടാണ് പലപ്പോഴും 55 രൂപ മുതൽ പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ 18 വയസ്സിൽ ചേരുന്നവർക്ക് മാത്രമാണ് 55 രൂപ കോൺട്രിബ്യൂഷൻ. CSC വഴി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? നിങ്ങളുടെ അടുത്തുള്ള CSC കേന്ദ്രത്തിൽ പോകുക. ആധാർ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ജൻധൻ അക്കൗണ്ട് ഡീറ്റെയിൽസ്, മൊബൈൽ ഫോൺ എന്നിവ കയ്യിൽ കരുതുക. CSC ഓപ്പറേറ്റർ നിങ്ങളുടെ എലിജിബിലിറ്റി പരിശോധിച്ച് PMSYM എൻറോൾമെന്റ് നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കും. ആദ്യ കോൺട്രിബ്യൂഷൻ അടച്ച ശേഷം സ്കീം പ്രകാരമുള്ള ഓട്ടോ ഡെബിറ്റ് സംവിധാനം ഉപയോഗിച്ച് തുടർന്നുള്ള കോൺട്രിബ്യൂഷൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈടാക്കുന്നതാണ്. കോൺട്രിബ്യൂഷൻ അടയ്ക്കാതെ പോയാൽ, ചില മാസങ്ങളിൽ കോൺട്രിബ്യൂഷൻ അടയ്ക്കാൻ സാധിക്കാതെ പോയാൽ സ്കീമിൽ കോൺട്രിബ്യൂഷൻ റെഗുലറൈസ് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷനൊപ്പം ബാധകമായ പെനൽറ്റി ചാർജസ് അടച്ച് കോൺട്രിബ്യൂഷൻ റെഗുലറൈസ് ചെയ്യാൻ സാധിക്കും. പദ്ധതി ഇടയ്ക്ക് നിർത്താൻ കഴിയുമോ? അതെ, PMSYMൽ പ്രത്യേക എക്സിറ്റ് ആൻഡ് വിത്ഡ്രോൾ പ്രൊവിഷൻസ് ഉണ്ട്. 10 വർഷത്തിൽ താഴെ സ്കീമിൽ ഉണ്ടായിരിക്കെ എക്സിറ്റ് ചെയ്താൽ സാധാരണയായി സബ്സ്ക്രൈബറിന്റെ സ്വന്തം കോൺട്രിബ്യൂഷൻ സേവിംഗ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് സഹിതം തിരികെ നൽകുന്നതാണ് സ്കീം പ്രൊവിഷൻ. 10 വർഷമോ അതിലധികമോ കോൺട്രിബ്യൂഷൻ നടത്തിയ ശേഷം എന്നാൽ 60 വയസ്സിന് മുമ്പ് എക്സിറ്റ് ചെയ്താൽ സബ്സ്ക്രൈബർ കോൺട്രിബ്യൂഷനും ബാധകമായ അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റിനും സ്കീം റൂൾസ് അനുസരിച്ചുള്ള ബെനിഫിറ്റ് ലഭിക്കും. അതിനാൽ 60 വയസ്സ് വരെ തുടരുന്നതാണ് പെൻഷൻ ബെനിഫിറ്റ് ലഭിക്കുന്നതിനുള്ള പ്രധാന മാർഗം. നിങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളിയാണെങ്കിൽ, നിങ്ങളുടെ പ്രായം 40 വയസ്സിന് താഴെയാണെങ്കിൽ, വരുമാനം 15000 രൂപയിൽ താഴെയാണെങ്കിൽ PMSYM പദ്ധതിക്ക് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് പരിശോധിക്കുക. 40 വയസ്സിൽ ചേരുന്നവർക്ക് മാസം 200 രൂപ മാത്രം സ്വന്തം കോൺട്രിബ്യൂഷൻ നൽകേണ്ടിവരും. കേന്ദ്ര സർക്കാരും 200 രൂപ മാച്ചിംഗ് കോൺട്രിബ്യൂഷൻ നൽകും. 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ 3000 രൂപ മിനിമം അഷോർഡ് മന്ത്ലി പെൻഷൻ ലഭിക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന ബെനിഫിറ്റ്. കൂടുതൽ വിവരങ്ങൾക്കും എൻറോൾമെന്റ് സഹായത്തിനുമായി നിങ്ങളുടെ അടുത്തുള്ള CSC കേന്ദ്രം സന്ദർശിക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.